ടി.വിക്ക് നമ്മൾ വിജയിയുടെ മുഖം തന്നെയാണ്, അദ്ദേഹത്തെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഏതൊരു നിയോജക മണ്ഡലം എടുത്താലും ഇപ്പോൾ വിജയ് നമുക്കറിയാം തമിഴ്നാട്ടിൽ ചെയ്തെന്താണ്, ഓരോ നിയോജക അല്ലെങ്കിൽ ഒരു ജില്ലയിൽ അവിടുത്തെ സാധാരണക്കാരനെ കണ്ടെത്തിയിട്ട് അത്രയോ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അദ്ദേഹത്തെ ആ വ്യക്തിയെ അവിടെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ പ്രവർത്തനം നടത്തിയത്. അതുപോലെ ആയിരിക്കും കേരളത്തിൽ നടൻ ഫഹദ് ഫാസിൽ മെമ്പർഷിപ്പ് എടുത്തെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവന നമ്മൾ കഴിഞ്ഞ ഇത് കണ്ടതായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. കേരളത്തിൽ ഇത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല പല മേഖലകളിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ ഇതിലേക്ക് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം എന്നെ തന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കമലഹാസൻ വിജയക്കാല് സൂപ്പർ സ്റ്റാർ അല്ലേ, ഉലക നായകനല്ലേ, അദ്ദേഹം കോയമ്പത്തൂർ മത്സരിച്ചിട്ട് വളരെ തുച്ഛമായ വോട്ടിനാണ് കിട്ടിയത് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു 3-2 ഭൂരിപക്ഷം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു ഗ്ലാമർ മാത്രമല്ല, വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലം. എന്നു മുതലായിരിക്കും ടി.വിക്ക് കേരളത്തിൽ സജീവമായി അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമാകാൻ പോകുന്നത്? ജൂൺ 20-ാം സജീവമാകും. ഇപ്പം കോൺഗ്രസിന്റെ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ടി.വിക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ നമ്മുടെ പാർട്ടി തമിഴ്നാട്ടിലെ ഒരു ഇതായിട്ടില്ല ഇതുവരെയും. കാരണം അതിൻ്റെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും മറ്റേ പുതിയ ആൾക്കാരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ആയി 20-ാം തീയതിയോടുകൂടി പാർട്ടിയുടെ ഔദ്യോഗിക മീറ്റിംഗ് കൂടിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു തീരുമാനത്തിലെത്തും. അങ്ങനെ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസ് നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എങ്കിൽ തമിഴ്നാട് രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നൽകിയപ്പോൾ ടി.വിക്ക് പകരം കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയോ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഏതെങ്കിലും കോർപ്പറേഷനോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ഇപ്പോൾ എൻ്റെ ചാൻസ് ഉണ്ട്. കാരണം ആകപ്പാട് ടി.വിക്കുള്ള ഒരു രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ കോൺഗ്രസിന് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ആ ഒരു സംവിധാനം ചോദിക്കാതെ തന്നെ അവർ തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഇപ്പോൾ ടി.വിക്ക് കേരളത്തിൽ സജീവമാകാത്തത് കൊണ്ട് തന്നെ പല ആളുകളാണ് ടി.വിക്കയുടെ പേരിൽ അല്ലെങ്കിൽ അത്തരം തട്ടിപ്പുകളിലേക്ക് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ മാത്രമാണ് രൂപീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാനാകുന്നത്. കേരളത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ തെറ്റിദ്ധാരണകൾ പടർത്തുന്നുണ്ട്. ആരാണ് യഥാർത്ഥ ടി.വിക്ക് എന്ന് കണ്ടെത്താൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി എങ്ങനെ ക്രോഡീകരിക്കാനായിരിക്കും? അല്ല, അങ്ങനെ ഒരു സംവിധാനം നടക്കുന്നില്ല. കാരണം അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാൻസുകളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാത് ജില്ലകളിൽ ഇപ്പോൾ തൃശ്ശൂർ ആയാലും തിരുവനന്തപുരം ആയാലും പാലക്കാട് ആയാലും ഒക്കെ ഫാൻസ് ആണ് അതാത് ജില്ലയിലാണ് അവർ ചെയ്യുന്നത്. അതൊരു ചീറ്റിംഗ് അല്ല. കാരണം അത് നിലവിൽ എത്രയോ വർഷം കൊണ്ട് അവർ വിജയെ സ്നേഹിക്കുകയും വിജയിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു സംവിധാനം എന്തായാലും കേരളത്തിൽ ടി.വിക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അവരിപ്പോൾ നിലവിൽ ടി.വിക്കയുടെ അല്ലെങ്കിൽ ആ ജില്ലാ ഘടകം എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊരു സംസ്ഥാന കോർഡിനേഷൻ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇനിയിപ്പോ കേരളത്തിൽ ടി.വിക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ വിജയാണ് തമിഴ്നാടിൽ നേതൃത്വം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ടി.വിക്കയിലേക്ക് ചേരാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും, സ്വാഭാവികമല്ലേ അത്. കാരണം ഇപ്പൊ തന്നെ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നടൻ ഫഹദ് ഫാസിൽ മെമ്പർഷിപ്പ് എടുത്തെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവന നമ്മൾ കഴിഞ്ഞ ഇത് കണ്ടതായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. കേരളത്തിൽ ഇത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല പല മേഖലകളിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ ഇതിലേക്ക് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം എന്നെ തന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോ തമിഴ്നാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമാ താരങ്ങളെ തള്ളുകയും കൊള്ളുകയും ചെയ്ത മണ്ണാണ്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അതത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. ബി.ജെ.പിക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും പച്ചപിടിക്കാൻ കഴിയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രാഷ്ട്രീയം തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ടി.വിക്ക് ആരും പ്രതീക്ഷിച്ചില്ല ടി.വിക്ക് വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ അധികാരം പിടിക്കുമെന്നുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ അത്ര എളുപ്പമായിരിക്കുമോ ടി.വിക്കയുടെ വളർച്ച? കേരളത്തിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം തമിഴ്നാട് രാഷ്ട്രീയം വേറെയാണ്. കാരണം അവിടെ DMK-യും ADMK എന്ന് പറയുന്നത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് അവരെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല. കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് DMK. ആ DMK പോലും ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നിർജീവമാക്കിക്കൊണ്ട് ഈ പാർട്ടി കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് വെച്ച ആശയം ജനങ്ങൾ അംഗീകരിച്ചതാണ്. അവിടെ ഒരു സിനിമാ നടൻ എന്നതിന് അപ്പുറം അദ്ദേഹം ജനങ്ങളുടെ മുന്നോട്ട് വച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്, അല്ല അതിനെ അംഗീകരിച്ചതും
അദ്ദേഹത്തിനൊപ്പം ആ ജനങ്ങൾ നിൽക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷവും ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയത്. നമ്മുടെ കേരളത്തിൽ അതിലും വളരെ ഈസിയാണ്. കാരണം കേരളത്തിൽ ഇതുവരെയ്ക്കും ഒരു രാഷ്ട്രീയ സിനിമ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു ആശയം തമിഴ്നാട്ടിൽ വിജയ് മുന്നോട്ട് വെച്ച സാധാരണക്കാർക്കിടയിൽ നമ്മൾ നോക്കിയാൽ അറിയാം, അവിടുത്തെ MLA ആയാലും മന്ത്രിമാരായാലും ആരാണെന്ന് വളരെ സാധാരണക്കാരാണ്. ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി വളരെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. അത് പുതിയ മുഖങ്ങളാണ്. ഇതുവരെയ്ക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത വലിയ മുഖം അല്ലെങ്കിൽ വലിയ ഫിഗറുള്ള ആൾക്കാരൊന്നുമല്ല. വളരെ സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് അവിടുത്തെ MLA-മാരും മന്ത്രിമാരും. ആ ഒരു പരീക്ഷണം തന്നെയാണ് കേരളത്തിൽ TVK പരീക്ഷിക്കാൻ പോകുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലും അവിടെയുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പാർട്ടി അവരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അവരെ ജനങ്ങളുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങി. അല്ല, സാധാരണയിൽ സാധാരണക്കാരാണ് TVK-ക്കൊപ്പം ഉള്ളത്. അവിടുത്തെ MLA-മാർ മന്ത്രിമാർ എന്ന് പറയുമ്പോൾ പോലും തമിഴ്നാട്ടിൽ ഉയർത്തിക്കാട്ടിയ മുഖം എന്ന് പറയുന്നത് വിജയുടേതാണ്. അപ്പൊ കേരളത്തിലും അതേ വിജയുടെ മുഖം ഉയർത്തിക്കാട്ടുമോ, അതോ മറ്റാരെങ്കിലും കേരളത്തിൽ ഉയർത്തിക്കാട്ടാൻ മറ്റൊരു മുഖം ഉണ്ടാകുമോ കേരളത്തിൽ TV? ഇല്ല, അങ്ങനെയല്ല. TVK നമ്മൾ വിജയിയുടെ മുഖം തന്നെയാണ്, അദ്ദേഹത്തെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഏതൊരു നിയോജക മണ്ഡലം എടുത്താലും ഇപ്പൊ വിജയ് നമുക്കറിയാം തമിഴ്നാട്ടിൽ ചെയ്തെന്താണ്, ഓരോ നിയോജക അല്ലെങ്കിൽ ഒരു ജില്ലയിൽ അവിടുത്തെ സാധാരണക്കാരനെ കണ്ടെത്തിയിട്ട് അത്രയോ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അദ്ദേഹത്തെ ആ വ്യക്തിയെ അവിടെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ പ്രവർത്തനം നടത്തിയത്. അതുപോലെ ആയിരിക്കും കേരളത്തിലും. നമ്മളൊരു ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ മുൻനിർത്തി അവരെ ജനങ്ങളുടെ ഇടയിൽ ഇറക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ആശയങ്ങൾ TVK മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത് പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അത് കൂടുതലും ജനകീയമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മാസമേ ആയുള്ളൂ ഭരണം വന്നിട്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ കേരളത്തിലും ആ ഒരു സംവിധാനം കൊണ്ടുവരും. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഏത് പാർട്ടി ആകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും പച്ച പിടിക്കണമെങ്കിൽ അടിത്തട്ടിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കണം. ഇപ്പൊ TVK 20-ാം തീയതി ആയിരിക്കും പ്രവർത്തനം, സജീവ പ്രവർത്തനങ്ങളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ പോലും പഞ്ചായത്ത് തലത്തിലെങ്കിലും TVK ചെറിയ തരത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ TVK സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, 2 വയസ്സായ ഒരു പാർട്ടിയാണ്. കേരളത്തിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. 20-ാം തീയതി എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഇതാണ്. ചിലപ്പോൾ അത് 20 എന്നുള്ള ചിലപ്പം ജൂലൈയിലേക്ക് ആവാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി, ഏതൊരു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടിയും പുതിയ പാർട്ടികളുണ്ട്. അവരൊക്കെ വന്നത് മാതിരിയല്ല. ഈ ഫാൻസിൻ്റെ കാര്യം നമ്മളിപ്പോൾ തൃശ്ശൂർ തന്നെ ഒരു പ്രോഗ്രാം വെച്ചാൽ 500-1000-ഓളം പേര് പങ്കെടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ TVK എന്നൊരു പാർട്ടിക്ക് ഇപ്പം അടിസ്ഥാനമുണ്ട് കേരളത്തിൽ. അതിനെല്ലാം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊന്ന് ക്രോഡീകരിച്ച് ഒന്നിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പാർട്ടി സക്സസ് ആക്കി എടുക്കാൻ പറ്റും. നമ്മളീ പറയുമ്പോൾ പോലും ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനുകളുണ്ട്. അത് രാഷ്ട്രീയമായി മാറ്റുമ്പോൾ, അതൊരു പാർട്ടിയായി മാറ്റുമ്പോൾ അത് എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആകുമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കേരളമാണ്. നമ്മൾ സിനിമാ താരങ്ങൾ മത്സരിക്കുമ്പോൾ പോലും സുരേഷ് ഗോപിയുടെ കാര്യം അടക്കം നമുക്കറിയാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫാൻസ് എന്ന് പറയുന്നത് മറ്റൊന്നും, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചിന്ത മറ്റൊന്നുമാണ്. തമിഴ്നാട് പോലെയല്ല കേരളം. അപ്പൊ TVK അത്ര പെട്ടെന്ന് കേരളത്തിൽ പച്ച പിടിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയുന്ന ഞാനത് ഈ ഫാൻസ് ഉദ്ദേശിച്ച് അവരെ മാത്രമല്ല, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നാണ് പറയുക. ഇപ്പം കഴിഞ്ഞ കുറേ ഒരു 10-15 ദിവസത്തെ കാര്യം ഞാൻ പറയാം. ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയത്തിലെ കേരളത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ അവർ പലരും TVK-യുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കലാരംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നിയമരംഗത്ത് നിൽക്കുന്ന ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് വലിയൊരു സംവിധാനത്തിലേക്ക് TVK പോകും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫാൻസ്. ഞാൻ ഫാൻസിനെ എടുത്തു പറയാൻ കാരണം പല സ്ഥലങ്ങളിൽ ഫാൻസ് അവർ ഫാൻസാണ് അല്ലെങ്കിൽ ഫാൻസിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഫാൻസ് എന്ന് പറയുന്നത് മറ്റുള്ള സാധാരണ നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഇപ്പം TVK എന്നൊരു പാർട്ടി ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. വിജയ് എത്രയോ നാൾ കൊണ്ട് ആരാധിക്കുന്ന ഒരാളാണ്. അവരൊന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഫാൻസുകാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തായാലും ഞാൻ ഈ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ. അത് കണക്കിന് തൃശ്ശൂർ, കൊല്ലത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതൊന്നും TVK അല്ലെങ്കിൽ വിജയോ ആരും പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതല്ല. അവരന്നോടൊന്ന് അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ ഒരു വിഹിതം എടുത്തിട്ടാണ് അവർ ഈ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഈ പാർട്ടി ഇന്നിപ്പം ഈ സമയത്ത് TVK എന്നൊരു പാർട്ടി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നാളെ വിജയ് മുഖ്യമന്ത്രിയാവുമെന്നൊന്നും കണ്ടിട്ടല്ല. അത് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ NCP എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതാണ്, എനിക്കറിയാം അതിനകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ നമ്മളൊരാളിനെ കണ്ടെത്തണമെങ്കിൽ വളരെ പാടാണ്. ഈ മറ്റേ കുട്ട കൊണ്ട് നടന്ന് പിടിച്ചാൽ പോലും ആൾക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് കേരളത്തിൽ ഇതുവരെയും പ്രവർത്തനം തുടങ്ങാത്തൊരു പാർട്ടിക്ക് 1000 അല്ലെങ്കിൽ 2000 പേരെ വെച്ചുകൊണ്ടൊരു മീറ്റിംഗ്, ഒരു സമ്മേളനം നടത്താൻ ഫാൻസ് വളരെ സജീവമാണ്.
അത് നമുക്ക് ഗുണം ചെയ്യും. അത് മാത്രമല്ല, ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ യൂത്ത് കൊച്ചുകുട്ടികൾ, 15 വയസ്സ് മുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ മുതലുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കുള്ളതാണ് ഈ പ്രസ്ഥാനം, നാളത്തെ തലമുറയ്ക്കുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ കാട് കയറി പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. വെറും രാഷ്ട്രീയ മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ജീവകാരുണ്യ പ്രവർത്തനവും ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇടയിൽ അതാണ് നേരത്തെ പറഞ്ഞ അവരുടെ ഇടയിലുള്ള ഒരാളിനെ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുക. ഇതാണ് TVK കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്. അല്ല, അങ്ങനെ പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി, അതിപ്പോ ഏത് പാർട്ടി ആയാലും ഏത് മുന്നണി ആയാലും സാധാരണക്കാർക്ക് വേണ്ടിയായിരിക്കും. അധികാരത്തിലേക്ക് എത്തുമ്പോഴാണ് നിലപാടുകളിലും നയങ്ങളിലും മാറ്റം ഉണ്ടാകുക. ഈ പറഞ്ഞതുപോലെ TVK തമിഴ്നാട് അധികാരത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. അധികാരത്തിൽ ഇരിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പഴക്കം കൂടുന്നതിനനുസരിച്ചാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകളിലും നയങ്ങളിലും മാറ്റം വരുത്തുക. ആ ഒരു കാര്യത്തിൽ TVKക്ക് നാളെ മാറ്റങ്ങൾ വരാമല്ലോ. അല്ല, അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് മണ്ണിൽ നിന്ന് TVK ഇല്ലാതാകും. അത് തീർച്ചയാണ്. കാരണം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ പങ്കാണ്. കാരണം ഞാൻ AIDMK തമിഴ്നാട് ജയലളിത അമ്മയുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ തമിഴ്നാട് പ്രവർത്തിച്ച് അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി തമിഴ്നാട് ഇല്ലാതാവും. നമുക്കറിയാം, കമലഹാസൻ വിജയക്കാല സൂപ്പർ സ്റ്റാർ അല്ലേ, ഉലക നായകനല്ലേ. അദ്ദേഹം കോയമ്പത്തൂർ മത്സരിച്ചിട്ട് വളരെ തുച്ഛമായ വോട്ടിനാണ് കിട്ടിയത് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു 3-2 ഭൂരിപക്ഷം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു ഗ്ലാമർ മാത്രമല്ല, വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലം എനിക്കറിയാം. ഈ നമ്മുടെ ആ ഇലക്ഷൻ സമയത്ത് പല സ്ഥലങ്ങളിലും സേലത്ത് ഉൾപ്പെടെ ഈ മീറ്റിംഗ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കും. പോലീസ് പെർമിഷൻ കൊടുത്തിട്ട് പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ ആ പെർമിഷൻ ക്യാൻസൽ ചെയ്യും. അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഈ പാർട്ടി കേരളത്തിലെ തമിഴ്നാട്ടിൽ അവർ കൊണ്ടുവന്നത്. ഈ 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പാർട്ടി ഇത്രയും ഒരു ഇതാവുന്നത് സ്റ്റാലിൻ പോലും പ്രതീക്ഷിച്ചാണില്ല. അദ്ദേഹം ഇപ്പോഴെന്തൊക്കെയോ പറയുന്നുണ്ട്, അത് കുട്ടിക്കളിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത മാസം വീഴും എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല. ഒരു 10-25 വർഷം വിജയ് തന്നെയായിരിക്കും തമിഴ്നാടിൻ്റെ മണ്ണിൽ, അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ ദളപതി എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെയായിരിക്കും ആ പാർട്ടിയെ നയിക്കുന്നതും തമിഴ്നാട്ടിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്.